ആ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കണം എന്ന്. റാക്കെല്ലാം കാലിയാ. ഞാൻ എന്തായാലും സൂപ്പർ മാർക്കറ്റിൽ പോകുന്നുണ്ട്. ലിസ്റ്റ് ഉണ്ടായിക്കോ. പെട്ടെന്ന് വേണം. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. അല്ല, സൂപ്പർ മാർക്കറ്റിൽ എന്താ കാര്യം? ചുമ്മാ ജോസ് ചായനൊന്ന് കാണാനാ. പുറത്തിറങ്ങാൻ പറ്റാത്ത ആളിപ്പോ സൂപ്പർ മാർക്കറ്റിലാണോ ഉള്ളത്? എന്താണോ അത്ര അർജന്റ്? ഒന്നുമില്ല, ചെറിയൊരു ഡീൽ. എന്തിനാ ചെറുതാക്കുന്നേ? വലിയ ഡീലാക്കി കൂടെ? നിന്നോട് ഇതിൽ ഇടപെടേണ്ടെന്ന് ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞല്ലേ ഡേസി. നമ്മുടെ 2 പിള്ളേരെ ഓർമ്മയല്ലേ? ഞാൻ അതിലാ ഇടപെട്ടത്. അവരുടെ ഡാഡിയുടെ ജോലി എന്താന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറയേണ്ടത്? മയക്കുമരുന്നിന്റെ കച്ചവടമാണെന്നോ? ഇതൊക്കെ നിനക്ക് മുന്നേ അറിയണതല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ എൻ്റെ തൊഴിലിനെ പറ്റി. ആ സമയത്ത് ഇതൊന്നും തിരിച്ചറിയാനുള്ള വകതിരിവ് എനിക്കില്ലായിരുന്നു എന്നറിയാലോ. ഒട്ടുമിക്ക ദിവസങ്ങളിലും ജോസ് ചായനെ തെരഞ്ഞ് പോലീസുകാർ ഇവിടെ വരും. ഇവിടേക്ക് എന്തിനാ അവർ വരുന്നേ? കുട്ടികളും പേടിക്കണു. എബി, മാന്യമായിട്ട് ജീവിക്കാനാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് കഷ്ടപ്പെടാം. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ഷമിക്കുക ഡേസി. മടുത്തു ശരിക്കും. എനിക്കറിയാം ഇതൊരു ചുഴിയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ നിന്നേക്കാൾ ആഗ്രഹം എനിക്കുണ്ട്. മക്കളെ തിരിച്ചറിയുന്നതിന് മുമ്പ് ഇതൊക്കെ എനിക്ക് അവസാനിപ്പിക്കണം. ഇയാളൊന്ന് പോയേ, എനിക്ക് ജോലിയുണ്ട്. നീ എനിക്ക് ആ ലിസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്യും. ഇച്ചാനെ കാണാൻ ഇപ്പൊ പാത്തും പതിങ്ങി വരേണ്ട അവസ്ഥയായി. നമുക്കിതൊക്കെ അവസാനിപ്പിച്ചൂടെ? അവസാനിപ്പിച്ചിട്ട് എന്ത് ചെയ്യാനാ? നമുക്ക് നമ്മുടെ കയ്യിലുള്ള കാശ് വെച്ച് ഷെയർ മാർക്കറ്റിലോ മറ്റോ. അതിനെനിക്ക് കമ്പ്യൂട്ടർ അറിയണ്ടേ? എനിക്കാണെങ്കിൽ ഒന്നും അറിയയില്ല. എന്നാ പിന്നെ വേറെന്തെങ്കിലും ബിസിനസ് നോക്കാലോ. എന്തിനാ വേറെ ബിസിനസ് നോക്കുന്നേ? അപ്പനായിട്ട് ഒരു വഴി കാണിച്ചു തന്നിട്ടില്ലേ? മരുന്ന് കച്ചവടം. മയക്കുമരുന്നെന്ന് പറ. ആ, മയക്കാണെങ്കിലും അതും മരുന്നല്ലേ. നമുക്ക് ആ ബിസിനസ് മതി. മതി, നന്നാവാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോയതാ. എടാ, ഏത് സാധാരണക്കാരനും നീ പറഞ്ഞൊക്കെ പറ്റും. പക്ഷെ ഒരു ഗാമ്പിനും ആവാൻ എല്ലാവർക്കും പറ്റില്ല. അതിന് ചങ്കൂറ്റം വേണം. താല്പര്യം വേണ്ട. ഞാനേ ഷോപ്പിങ്ങിന് പോവാ. ഞാൻ ആ വഴിയിലിറക്കാം. ഒരു 5 മിനിറ്റ് മുമ്പ് വന്നിരുന്നെങ്കിൽ ആളെ കാണായിരുന്നു. ഞങ്ങൾക്ക് അവനെ തന്നെ വേണമെന്നില്ല. തീരുമാനാക്കാൻ നീയായാലും മതി. തീരുമാനമാകുമ്പോൾ അറിയിക്കണം. ശരി, പോയിട്ടെ, കുറച്ച് തിരക്കുണ്ട്. അവളോട് പറഞ്ഞു. ശരി, ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. അവൾ അറിഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. ഹേയ്, എന്താ സോളമ? എല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കേ. എന്ത് വിധി നീ പറയണേ? മോനെ, സോളമ, സോളമ, നീ എന്താ ഈ കാണിക്കുന്നേ?
മമ്മ എവിടെ? ചൈന വിട്ടു പോയതാ. ആ ചിയേഴ്സ്. നാണല്ലോടാ പെൺകുട്ടികളെ പോലെ ബിയറടിക്കാൻ. ഇതേ എൻ്റെ ഇഷ്ടം. ഓ ആ കുറച്ചു കാലമായി നിന്നോടൊരു കാര്യം തിരക്കണമെന്ന് വിചാരിക്കുന്നു. എന്താ നിനക്കെന്തെങ്കിലും കേസ് കിട്ടുണ്ടോ? ഇച്ചായനത് ഒരുമാതിരി വളച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പറ. ഗേൾ ഫ്രണ്ട് ഒന്നുമില്ലേ? ഹേയ്, അതെന്ത് പറ്റി? പ്രേമിച്ച് സമയം കളയാനൊന്നും എന്നെ കിട്ടില്ല. നോ ഇൻട്രസ്റ്റ്. ഓ പിന്നെ എങ്ങനെയാ ഈ സമയമൊക്കെ കളയാൻ പോകുന്നത്? ഇങ്ങനെ ബിയർ കുടിച്ചോ? അതോ മറ്റവനെ മൂക്കി വലിച്ചോ? ഹേയ്. എബി മരിച്ചിട്ട് ഇന്നേക്ക് ഒരാഴ്ചയായി. അവന് വേണ്ടി, അവൻ്റെ ആത്മാവിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തോ? ഇല്ല അലക്സേ, നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ അലക്സേ?